അങ്ങനെ കടുത്ത വേനലിന് ശേഷം നമുക്ക് ഒരു മഴക്കാലം എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളുടെ സാധാരണ വരുന്നൊരു ഇടവപ്പാതി അഥവാ നമ്മുടെ മൺസൂൺ കാലമാണോ എന്ന് ചോദിച്ചാൽ അതിന് കുറച്ചൊരു വ്യക്തത കുറവുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് മഴ കിട്ടുന്നുണ്ട്, അപ്രതീക്ഷിതമായ മഴയാണ്, അതായത് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്നും പറയുന്നു. എന്തായാലും നമ്മളൊരു മഴക്കാലത്തിന് വേണ്ടി കാത്തു നിന്ന ആൾക്കാരാണ്. എങ്കിലും മഴക്കെടുതികൾ വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന മഴ എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓവറായിട്ട് മഴ പെയ്തിട്ട് ജനജീവിതം തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മഴയും വെള്ളക്കെട്ടും വീട്ടിൻ്റെ താഴത്തെ നിലയിൽ വരെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളപ്പൊക്കം പോലൊരു ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് ചില ഭാഗങ്ങളിലൊക്കെ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ, ചില ജില്ലകളിൽ അങ്ങനെയല്ല, അത് വളരെ കഷ്ടം തന്നെയാണ്. എങ്കിലും സാധാരണ രീതിയിലുള്ളൊരു മൺസൂണാണെങ്കിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു മഴ, വേനൽ കഴിഞ്ഞ് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം. ആ മഴയത്ത് നമ്മൾ മനുഷ്യർ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ, ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും മൃഗാദികളും എല്ലാവരും തന്നെ ആഹ്ലാദിക്കുന്ന ഒരു സമയമാണ്. പിന്നെ നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ നന്നായിട്ടിങ്ങനെ കുത്തി ഒഴുകുന്ന കാഴ്ച, വെള്ളച്ചാട്ടമാണെങ്കിലും പുഴകളാണെങ്കിലും ഇങ്ങനെ ആ എല്ലാം ചെറിയ ചെറിയ അരുവികളും ഒക്കെ, അതൊരു സമൃദ്ധിയാണ് ശരിക്കും. ഈ വെള്ളം ഇങ്ങനെ നിറച്ചിങ്ങനെ മഴയൊക്കെ വരുമ്പോഴേ ഭൂമിക്ക് തന്നെ ഒരു നല്ല തണുപ്പാണ്. അങ്ങനെ ഒരു നല്ലൊരു മൂഡാണ് സത്യത്തിൽ ഈ മഴക്കാലം നമുക്ക് തരുന്നതും സാധാരണയായിട്ട് തന്നുകൊണ്ടിരുന്നതും. അപ്പോൾ മഴ ആസ്വദിക്കാൻ പുറത്തിറങ്ങുന്നതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് മഴ ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താണ്, നല്ല ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയോ ഒക്കെ കഴിച്ച് നല്ല ചൂടോടുകൂടി എന്തെങ്കിലും സ്നാക്കെല്ലാം കഴിച്ച്, അത് എരിവുള്ളതാകാം അല്ലെങ്കിൽ ചെറിയ മധുരമുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അതൊരു പ്രത്യേക ആസ്വാദനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ചക്കയപ്പം പോലെയുള്ള പലഹാരങ്ങൾ അതൊക്കെ ഉണ്ടാക്കാനും ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മൾ ഇന്നിവിടെ വ്യത്യസ്തമായൊരു ഇലയപ്പം ഉണ്ടാക്കുന്നു. ഈ ഇലയപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്ക കൊണ്ടുണ്ടാക്കാം, പിന്നെന്താ മാമ്പഴം കൊണ്ടുണ്ടാക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഞാനിവിടെ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പാളയംകോടൻ പഴം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സൈഡിലൊക്കെ ഇത് പാളയംകോടൻ എന്ന് പറയും. നോർത്ത് കേരളയിലൊക്കെ ഇത് മൈസൂർ പൂവെന്ന് പറയാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും പാളയംകോടൻ എന്നാണ് തിരുവനന്തപുരം സൈഡിൽ പറയുന്നത്. അത് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് വെച്ചിട്ട് കുറച്ച് പൊടികളുമൊക്കെ ചേർത്തിട്ട് നമുക്കൊരു ഇല അട തയ്യാറാക്കാം. അങ്ങനെ ഈ ഇല അട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് മാവ് 1.5 കപ്പ്, വറുത്ത പച്ചരിപ്പൊടി 1/2 കപ്പ്, ബോംബെ റവ 2 ടേബിൾ സ്പൂൺ, ശർക്കര 1.5 കപ്പ് ചീകിയെടുത്തത്, തേങ്ങ ചിരകിയത് 1.5 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ ഇല അട, പഴം കൊണ്ടുള്ള ഇല അട ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പോളം ശർക്കര ചീകിയതുണ്ട്. മധുരത്തിനനുസരിച്ച് എടുക്കുക, എത്ര വേണം അത്. പഴത്തിൻ്റെ ഒരു മധുരം ഉണ്ടാവും, അത് നോക്കിയിട്ട്. ഒരല്പം വെള്ളം മതി, 1-2 ടീസ്പൂൺ, ഇത്രയും മതി. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു എന്ന് പറയാം. ഒന്നുരുകിക്കോട്ടെ. എന്നിട്ട് ആ അരിപ്പയിലൂടെ അരിച്ചിട്ട് അതിൻ്റെ കല്ലും മണ്ണും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റും. ശർക്കര പാകത്തിന് നമ്മൾ കറക്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അത് ഉരുകി കഴിഞ്ഞു. അല്ല ഒരു നൂൽ പാകമൊന്നും ആകണ്ട. ഇത് അരിച്ചിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഇവിടെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുത്തോട്ടെ. ഒരു എന്താ പറയുക, റൂം ടെമ്പറേച്ചർ ആകാറാകുന്നവരെ അതവിടെ ഇരിക്കട്ടെ. ഈ സമയം നല്ല പഴുത്ത പാളയംകോടൻ പഴം, നല്ല സൈസുള്ളതാണെങ്കിൽ ഒരു 6 എണ്ണം മതിയാകും. വലിപ്പക്കുറവുണ്ടെങ്കിൽ ഒരു 8 എണ്ണം വരെ ഉപയോഗിക്കാം, നമുക്ക് ആവശ്യാനുസരണം. സൈസ് നോക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു 7-8 പഴം എടുക്കുന്നു. കാര്യം ഇത് ഇച്ചിരി ചെറുതാണ്. വലുതും ചെറുതുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പഴമെല്ലാം സെറ്റ്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൈകൊണ്ട് ഉടയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഉടയ്ക്കാനുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മാഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടി. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ കൈകൊണ്ട് ഞെടുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര, നല്ല വൃത്തിയുള്ള ശർക്കരയാണെങ്കിൽ നേരെ ഡയറക്റ്റ് ചീകിയത് ഇതിനകത്തിട്ട് ഇങ്ങനെ ഈ ഉടഞ്ഞ പഴത്തിൻ്റെ കൂടെ ഇട്ട് യോജിപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. പക്ഷേ ഇത് കുറച്ചുകൂടെ സേഫാണ്, നന്നായിട്ട് അരിച്ച് എടുക്കുന്നതല്ലേ. അങ്ങനെ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകും. അങ്ങനെ പഴവും ശർക്കരയും എല്ലാം നല്ല കറക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ മധുരത്തിനനുസരിച്ച് 1.5 കപ്പ്, 1.5 കപ്പ്, 2 കപ്പ് വരെ ആകാം. ഇനി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ഗോതമ്പ് മാവ്, ഒരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി
വറുത്ത അരിപ്പൊടിയാണ്, അതൊരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ റവ, വറുത്ത ബോംബെ റവ. ഇത്രയും കാര്യങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഏലക്കാപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയുണ്ട്, ആ കാര്യം കൂടിയുണ്ട്. ഇനി ഗോതമ്പ് മാവ്, ഇതിനോടൊപ്പം അരിപ്പൊടിയും കുറച്ച് റവ, ചെറിയ തരിയുള്ള റവയാണിത്. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ, ഏകദേശം എന്ന് പറയാം. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വരുന്നു. ഇനി ഇതിനകത്തേക്ക് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. 1 കപ്പ് മുതൽ 2 കപ്പ് വരെ ഇടാം, ഒരു കുഴപ്പമില്ല. തേങ്ങ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ലേ, അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂണോളം ചേർക്കാം. നല്ലൊരു മണമൊക്കെ വരട്ടെ. അപ്പോൾ മാവ് ഏതാണ്ട് കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ്, 1/2 കപ്പ് അരിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ബോംബെ റവ, ഇത്രയാണ് ഞാൻ ചേർത്തത്. ഏകദേശം ഒരു 1.5 കപ്പോളം ശർക്കര ചെയ്തെടുത്തു. 2 കപ്പ് വരെ ആകാം നല്ല മധുരമാണെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ. അതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തത്. ഇച്ചിരി കൂടെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. പഴമെല്ലാമായിട്ട് ഇങ്ങനെ മിക്സായി വരുമ്പോൾ നമുക്ക് വെള്ളം കുറവാണ്, ഇതിന് ഈർപ്പം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി സാധാരണ വെള്ളം, ചൂടുവെള്ളമോ എന്തൊഴിച്ചാലും കുഴപ്പമില്ല. ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് നോക്കിക്കോളൂ. മിൽക്കി മിസ്റ്റിന് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അതിലിപ്പോൾ നെയ്യ്, കൗഗി, പശുവിൻ്റെ നെയ്യുണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കുപ്പി ഞാൻ പൊട്ടിച്ചു. അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നെയ്യ്, മിൽക്കി മിസ്റ്റ് കൗഗി പശു നെയ്യ് ഒഴിക്കുന്നു. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഫൈനലായിട്ടൊരു മിക്സിങ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞല്ലോ, കാണിച്ചു തരാം. ആ പഴത്തിൻ്റെ രുചിയാണ് നമുക്ക് കയറി നിൽക്കേണ്ടത്. പിന്നെ മധുരം, ആ പഴത്തിൻ്റെ മധുരം, നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഒരു 1.5 കപ്പ് തന്നെ ധാരാളം മതിയാവും ശർക്കര ചെയ്യത്, അല്ലെങ്കിൽ 2 കപ്പ് വരെ വേണ്ടി വരും. നോക്കി ഇങ്ങനെ നമുക്ക് ഇലയിലേക്ക് എടുത്ത് ഇടുമ്പോൾ ഇങ്ങനെ വീഴണം. വീഴാൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് വീഴുന്ന ഒരു പാകം. അതാവുമ്പോൾ നല്ല അപ്പം വെന്ത് വരുമ്പോൾ നല്ല കറക്റ്റ് സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടും. വേറെ സോഡാപ്പൊടി അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. ഇതിൻ്റെ ഈ ഒരു കാര്യത്തിൽ തന്നെ റെഡിയാവും. പിന്നെ പറ്റുമെങ്കിൽ ഇതിങ്ങനെ കുഴച്ചൊരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. നമ്മളിപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഉടനെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇലയൊക്കെ ഇവിടെ റെഡിയാണ്, ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കീറി വെച്ചിരിക്കുന്നു. ഇനി സ്റ്റീമർ എടുക്കണം. ഇനി ആദ്യം ഇലയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് അട മടക്കിയെടുക്കാം. അപ്പോൾ ഈ അടയുടെ മാവ് അധികം ഓവർ ടൈറ്റ് ആകരുത്, വളരെ സോഫ്റ്റ് ആൻഡ് ഇങ്ങനെ നോക്കിക്കോളൂ, ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എത്ര സൈസ് വേണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. വേറൊന്നും പരത്താനൊന്നും നിൽക്കണമെന്നില്ല. ഇങ്ങനെ മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അട നന്നായിട്ട് പരന്ന് വരും. കണ്ടല്ലോ, അപ്പോൾ ഒരട റെഡി. നമ്മൾ പരത്തണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് മാവ് ഒഴിക്കുക. ഇതേ പ്രോസസ്സ്. ഇത് കുറച്ചുകൂടെ വലിയ ഇലയാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും വയ്ക്കുന്നു. സെയിം വേ ഇലയുടെ മേളിൽ കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി സെമി ലൂസായിട്ട് തന്നെ എടുക്കണം, അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നല്ല തെളിന്തലയായിരുന്നു, അത് കാരണം പ്രത്യേകിച്ച് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, അത് നല്ല ഫ്ലെക്സിബിളാണ്. ഇനി ഇതല്ല തെളിന്തല്ല, കുറച്ചുകൂടെ മുറ്റിയ ഇലയാണെങ്കിൽ അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വാട്ടിയെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയാൽ മതി, അതിങ്ങനെ വാടി വരും. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഇല അട എല്ലാം റെഡിയാണ്. ഇവിടെ പഴം ഇല അട, ഇത് അകത്ത് ഫില്ലിംഗ് ഉള്ള ഇല അടയല്ല, എല്ലാം കൂടി ചേർത്ത് വരുന്ന ഇല അടയാണ്. അപ്പോൾ ഏകദേശം ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അല്ല 12 ആണ്. ഇനി ഇതിനെക്കാട്ടിലും കൂടുതൽ വേണമെങ്കിലും നമ്മൾ എത്ര ക്വാണ്ടിറ്റി മാവ് എടുക്കുന്നു, ഇലയുടെ വലിപ്പം അതനുസരിച്ചിട്ടാണ്. കുറച്ചുകൂടെ ചെറിയ ഇലയിലാണ് നമ്മൾ പരത്തുന്നതെങ്കിൽ കുറച്ച് മാവ് വെച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടെ ചെറിയ ഇലയുടെ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എണ്ണത്തിൽ 10-20 എണ്ണം വരെ ഉണ്ടാക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഞാനൊരു തണ്ട് വെച്ച് കൊടുക്കുന്നു, ഒരു ഗ്യാപ്പ്, ആവി കുറച്ച് കയറാൻ വേണ്ടിയിട്ട്. 2-3 എണ്ണം ഞാൻ വളരെ തിന്നായിട്ട്
പരത്തി, വേറെ എല്ലാം ഒരു 3-4 കുറച്ച് തിക്കായിട്ട് പരത്തി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര കട്ടിയിൽ വേണം, എത്ര തിന്നായിട്ട് വേണം, അതെല്ലാം തീരുമാനിക്കാം. എല്ലാ ഇലയ്ക്കകത്തേക്കും നന്നായിട്ട് ആവി കയറുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, മതി. ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. തീ ചെറുതായിട്ട് തിള വരാറായി. തിള വന്നു കഴിഞ്ഞാൽ ആവി വന്നു തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ആവി വന്നൊരു 15 മിനിറ്റ് ഇരിക്കട്ടെ. നന്നായിട്ട് ആവി വന്നിട്ട് ഒരു 15 മിനിറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇല വേകാനായിട്ട് ഇങ്ങനെ ആവിയൊക്കെ വന്നു തുടങ്ങി നന്നായിട്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോണു. ഇത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, പാത്രം, എന്നിട്ട് ഈ തീ ഓഫ് ചെയ്യാം. ഇനി വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കഴിക്കാനൊരു ചായ ആയാലോ, മസാല ചായ. ഈ മസാല ചായക്ക് വേണ്ട ചേരുവകൾ, മസാലയ്ക്ക് വേണ്ട ചേരുവകൾ ആദ്യം പറയാം. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, പട്ട 4 കഷ്ണം, ഏലക്ക 10-15, ഗ്രാമ്പു 10-15 എണ്ണം, ജാതിപത്രി 1 ജാതിക്കയുടേത്, കുരുമുളക് 1 ടീസ്പൂൺ, ചുക്ക് 3-4 കഷ്ണം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയോ കരിപ്പട്ടിയോ ചേർക്കാം. കരിപ്പട്ടിയാണെങ്കിൽ 4-5 ടീസ്പൂൺ, പഞ്ചസാരയാണെങ്കിൽ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ മസാല ചായ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് മസാല ചായക്ക് വേണ്ട മസാല പൗഡറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ഓക്കെ, പൊടിച്ച് കഴിഞ്ഞിട്ട് മസാല ചായയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇലയുടെയും റെഡിയാവും. അപ്പോൾ നമ്മുടെ മസാല ചായ മേക്കിങ്ങിലേക്ക് കടക്കുന്നു. 1 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ 1 കപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ ടോൺഡ് മിൽക്ക് കാച്ചിയത് നമ്മൾ ആ കവറിൽ നിന്ന് എടുത്ത് കാച്ചി 1 കപ്പ് നല്ല ചൂട് പാൽ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് പാലും വെള്ളവും ഞാനിപ്പോൾ ചേർക്കുന്നത്. അതല്ല, കുറച്ചുകൂടെ പാൽ വേണമെന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. പാൽ അത്ര വേണ്ടെന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് പാൽ കുറയ്ക്കാം. അങ്ങനെ ചെയ്യും. എന്തായാലും ഇത് ഒരു മസാല ടീ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആദ്യം നമ്മുടെ മസാല പൗഡർ, ഇത് എത്ര വേണം, സ്ട്രോങ് ആണ്, എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഞാനിപ്പോൾ എന്തായാലും ആദ്യം 1/2 ടീസ്പൂൺ ചേർക്കും മസാലപ്പൊടി. ഇതിനകത്ത് ചുക്കുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ ബാക്കി ഗരം മസാലയുടെ ഐറ്റംസൊക്കെ ഉണ്ട്. മധുരം എന്താണ് ചേർക്കേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പഞ്ചസാരയിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കരിപ്പട്ടിയിലാണ് മധുരം ചേർക്കുന്നത്. ആ ഒരു മാധ്യമമാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ചായ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 4 ടീസ്പൂൺ മുതൽ 6 ടീസ്പൂൺ വരെ ആകാം. എത്രയാണെങ്കിലും കരിപ്പട്ടി അത് ചേർത്തു. അപ്പം നല്ലൊരു തിള വരട്ടെ. എന്നിട്ട് തേയില. അപ്പോൾ ബ്ലാക്ക് ടീ ആയിട്ട് കുടിക്കണം. മസാല ടീ വിത്തൗട്ട് മിൽക്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അരിച്ച് കുടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നല്ല സ്ട്രോങ് ചായയാണ് വേണ്ടതെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂണാണെങ്കിൽ 1, കട്ടനാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും. ഒരു മീഡിയം. നല്ല സ്ട്രോങ് വേണമെങ്കിൽ നമ്മളൊരു 3 ടീസ്പൂണെങ്കിലും തേയിലപ്പൊടി ചേർക്കും. ഓക്കെ, തീ അപ്പോൾ നല്ലതായിട്ടൊരു തിള വന്നു. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കാണ് ഇപ്പോൾ വിത്തൗട്ട് മിൽക്ക്, അതായത് കട്ടനാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ അരിച്ചെടുക്കാം. ആഹാ, നല്ല മണം. മസാല ചായയല്ലേ. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. 2 ഗ്ലാസ് ചായ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർക്കുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്ന പാലാണ്. കഴിഞ്ഞു. അങ്ങനെ ഒരു സ്ട്രോങ് മസാല ചായ ഈസ് റെഡി. ഇനി ഇത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നല്ല കടുപ്പത്തിലൊരു സ്ട്രോങ് മസാല ടീ ഈസ് റെഡി. ഇനി നമ്മൾ എത്ര പതയ്ക്കണം അതനുസരിച്ചിട്ട് ആറ്റിയിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ചായ. ചൂട് മസാല ടീ ഈസ് റെഡി. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന അടയും കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ തണുത്തു, അത്യാവശ്യം തണുത്തു, കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയായി. ചൂടുണ്ട്, അത്ര തണുത്തിട്ടില്ല. ആവി പറക്കുന്നുണ്ട്. ഞാൻ അടപ്പ് തുറക്കാണ്ട് വെച്ചിരുന്നത് കൊണ്ട് ഇറ്റ്സ് ഹോട്ട്. നല്ല മണം.
നല്ല മണം, നല്ല മണം. ഇതെങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. അങ്ങനെ നമ്മുടെ ഇലയടയും റെഡി, നല്ല ചൂട് ചൂട് മസാല ചായയും റെഡി, പുറത്ത് മഴയും റെഡി. അപ്പോൾ അതേ ഒരെണ്ണം ഇങ്ങനെ തുറന്ന് നോക്കുക, കഴിക്കുക. എടുക്കാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. നല്ല ചൂട്, നോക്കിക്കോളൂ. ഇറ്റ്സ് വെരി വെരി സോഫ്റ്റ് ആണെന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. നല്ല പഴത്തിൻ്റെ സ്വാദ്, ആവശ്യത്തിന് മധുരം, നല്ല ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ എക്സലൻ്റ് ആയിരിക്കും. തണുത്താലും സ്വാദ് തന്നെയാണ്. ഇതും നമ്മുടെ ഈ ചായയും കൂടി കൂട്ടി കഴിച്ച് നോക്കൂ, ഗംഭീരമായിരിക്കും. ഇത് കട്ടനായിട്ട് വേണമെങ്കിലും ഇങ്ങനെ മസാല ടീ തയ്യാറാക്കാം, ഇതുപോലെ പാലൊഴിച്ചും ചെയ്യാം. എങ്ങനെയാണെങ്കിലും അടിപൊളിയാണ്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പറ്റിയൊരു വിഭവമായിരിക്കും, വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ, ഇതിപ്പോൾ ചക്കയും മാങ്ങയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പഴം എപ്പോഴും കിട്ടുന്ന കാര്യമാണ് പാളയംകുടം പഴം. പാളയംകുടം പഴം തന്നെ നല്ല പഴുത്തത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.